വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഈ ദിവസങ്ങളിൽ നാം യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്നതും യാത്രയാക്കുന്നതും അവരെ ബലപ്പെടുത്തുന്നതുമാണ് വായിച്ചു കേൾക്കുക. ക്രിസ്തുവിന് ഈ ഭൂമി കരുതി വെച്ചതൊക്കെ ക്രിസ്തു ശിഷ്യനും പ്രതീക്ഷിക്കണം. ക്രിസ്തുവിനെ ബെൽസെബൂൽ എന്ന് വിളിച്ചവർ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കൊണ്ട് ക്രിസ്തു ശിഷ്യനെ ആക്ഷേപിക്കുക തന്നെ ചെയ്യും. അതവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇത് പറയുമ്പോഴും വ്യക്തമായിട്ട് ക്രിസ്തുനാഥൻ പറയുന്നു, ഒന്നും എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യപ്പെടുകയില്ല. ചെവിയിൽ പറഞ്ഞതും അടഞ്ഞ മുറികളിലിരുന്ന് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങളുമൊക്കെ പരസ്യമായി പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന് ക്രിസ്തുനാഥൻ അപ്പോസ്തലന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യകാല സഭയുടെ ചരിത്രവും ഇതൊക്കെ തന്നെയാണ്. കാറ്റക്കുമിനേറ്റുകളിൽ അവർ ഒതുങ്ങി ഗുഹകളിലും അറകളിലും ഇരുന്ന് അവർ ക്രിസ്തുവിനെ പറ്റി പഠിപ്പിച്ചു. ക്രിസ്തുവിനെ അറിഞ്ഞ മനുഷ്യർക്ക് പിന്നീട് ഈ അടഞ്ഞ മുറികൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് മന്ത്രം പോലെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പിന്നീട് അവർ പരസ്യമായി ജനമധ്യെ പ്രഘോഷിച്ചു. പലപ്പോഴും പലരുടെയും ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ ധൈര്യം സമൂഹമധ്യെ പ്രകടമാകുകയും അത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു. ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ യേശുനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭയപ്പെടേണ്ടത് ശരീരത്തെയും ആത്മാവിനെയും ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നവനെയാണ്. നമ്മളെ നരകത്തിലേക്ക് തള്ളിയിടാൻ കഴിയുന്നവനെ ഭയപ്പെടണമെന്ന് പറഞ്ഞ് യേശുനാഥൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുകയും, ഈ ഭൂമിയുടെ അധികാരിവർഗങ്ങൾ, സുവിശേഷത്തിനെതിരായി നിലപാടെടുക്കുന്ന മനുഷ്യർ, സുവിശേഷ സത്യങ്ങളെ നിഷേധിക്കുന്നവർ, ഇവരെ ആരെയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവരെക്കാൾ ഉയർന്ന രീതിയിൽ സുവിശേഷത്തിൻ്റെ സ്വരം എന്നും ലോകത്തിൽ മുഴങ്ങി നിൽക്കുമെന്ന് നമ്മളോട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചരിത്രം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യാൻ, സുവിശേഷ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒത്തിരിയേറെ സാമ്രാജ്യത്വ ശക്തികൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ശക്തമായ നിയമങ്ങളും നിലപാടുകളും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാലം അവയെ തൂത്തെറിഞ്ഞതല്ലാതെ സുവിശേഷ സത്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ഇന്നും ചരിത്രത്തിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ മുന്നിലെത്തുന്ന ഈ സുവിശേഷത്തിൻ്റെ പ്രാരംഭം ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് മന്ത്രിച്ച വചനങ്ങളായിരുന്നു എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം ഈ ദിവസത്തിൻ്റെ നന്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നമുക്ക് നൽകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നന്മയും ഇല്ലായ്മ ചെയ്യപ്പെടില്ല. ക്രിസ്തുവിനെ പ്രതി നാം ചെയ്യുന്ന ഒരു കാര്യങ്ങളെയും ശാശ്വതമായി അടിച്ചമർത്താനായിട്ട് കഴിയുകയില്ല. നമ്മുടെ നന്മകൾ ഏറ്റവും രഹസ്യമായി ചെയ്യുന്നത് പോലും പരസ്യമാക്കപ്പെടുന്ന ഒരു കാലമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്തു സാക്ഷ്യങ്ങളൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ സാക്ഷ്യമായി വെളിപാടുകളായി മാറുന്നൊരു കാലമുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ കൊണ്ടു നടക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് നാം ധൈര്യമുള്ള മനുഷ്യരായിരിക്കുക. സുവിശേഷത്തെ പ്രതി ജീവിതത്തിൽ ധൈര്യസമേതം നടക്കാനായിട്ട് കഴിയുക. നീ ഒരുപക്ഷെ രഹസ്യമായി പറയുന്ന സുവിശേഷ വചനങ്ങൾ പോലും ലോകത്തിൻ്റെ മുന്നിൽ സാക്ഷ്യങ്ങളായി രൂപാന്തരപ്പെടും. നീ വളരെ രഹസ്യമായി ചെയ്യുന്ന നന്മകൾ നിന്റെ ജീവിതത്തിന് മകുടമായി മാറുക തന്നെ ചെയ്യും. നമുക്ക് ഈ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കാം. അവിടുന്ന് നമ്മെ ബലപ്പെടുത്തുന്നു എന്നുള്ള ബോധം ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിൽ വളരാനും നിലനിൽക്കാനും ഈ ലോക ശക്തികളെ ഭയപ്പെടാതെ മുന്നേറാനും അവിടുന്ന് നമ്മെ എന്നും പ്രചോദിപ്പിക്കുന്നു.